Hi friends, ഇന്ന് ഞാൻ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നൊരു സുഖിയൻ്റെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ ഒതൻറ്റിക് വേയിൽ തയ്യാറാക്കുന്നത് പോലെയല്ല. നേന്ത്രപ്പഴം വെച്ചാണ് ഞാനിതിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനിതിൻ്റെ ബാറ്ററായിട്ട് നമ്മുടെ വീട്ടിൽ ബാക്കി വന്ന ദോശമാവാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ സുഖിയൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളിത് തയ്യാറാക്കുന്ന ബനാന സുഖിയന് വേണ്ടി മെയിനായിട്ട് നമുക്ക് അതിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കാനായിട്ട് ഏകദേശം ഞാനൊരു 2 നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കപ്പോളം അവൽ, പിന്നെ 1 കപ്പ് നാളികേരം ചിരകിയത്, പിന്നെ ഒരു 200 ഗ്രാമോളം ശർക്കര. ഇത്രയാണ് നമുക്കതിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കാനായിട്ട് മെയിനായിട്ട് ആവശ്യമായത്. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമുക്ക് സുഖിയന് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനൊരു പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ച 1 കപ്പ് നാളികേരം ചിരകിയതിട്ട് കൊടുക്കാം. ഇതിൻ്റെ ആ വെള്ളത്തിൻ്റെ മയമൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒന്ന് ചെറുതായിട്ട് ആ വെള്ളത്തിൻ്റെ ഒരു നനവ് മാറിയാൽ മതി. ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന ഒരു 200 ഗ്രാമോളം ശർക്കര ഇട്ട് കൊടുക്കാം. ഞാനിത് ഡെയിലി ഉപയോഗിക്കുന്ന ബ്രാൻഡിൻ്റെ ശർക്കര ആയതുകൊണ്ടാണ് ഡയറക്റ്റ്ലി ഇതിലേക്ക് ഇട്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സിറപ്പ് തയ്യാറാക്കിയിട്ട് ഏകദേശം ഒരു 1/4 കപ്പോളം സിറപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണ്, അതുകൊണ്ടാണ് ഞാനിത് ഡയറക്റ്റ്ലി ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു 2 നേന്ത്രപ്പഴമാണ്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്കൊരു 2 മിനിറ്റ് നേരത്തേക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ തയ്യാറായി വരുന്നുണ്ട്. നമ്മുടെ ഈ ബനാനയൊക്കെ ഒന്ന് വെന്ത് നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു വന്നാൽ മതി. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ്. നമുക്ക് വറുത്തതോ വറുക്കാത്തതോ ആയ ഏത് അരിപ്പൊടി വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ ഫില്ലിങ്സിന് കുറച്ചൊരു ടൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ജാഗരിയുടെ സിറപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു 1/4 ടേബിൾ സ്പൂണോളം ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. നമ്മുടെ സാധാരണ സുഖിയൻ തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ്. അതിൽ നമ്മൾ ചെറുപയറിൻ്റെ ഫില്ലിങ്സിന് പകരം നമ്മളിവിടെ ബനാനയുടെ ഫില്ലിങ്സ് ചേർക്കുന്നതേ ഉള്ളൂ. ആ ഒരു ടൈറ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മളിത് റെഡിയാക്കി എടുക്കണം. നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ബാറ്റർ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. നമ്മളിതിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നത് നമ്മുടെ ദോശമാവിലാണ്. ബാക്കി വന്ന ദോശമാവ് നമ്മൾ അരിയും ഉഴുന്നും ഒക്കെ അരച്ചെടുത്ത് ആ ഒരു ദോശമാവിലാണ് നമ്മൾ ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കുന്നത്. ഞാനിവിടെ അതിന് ഏകദേശം ഒരു 2 കപ്പോളം ദോശമാവ് എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ കുറച്ചൊന്ന് തിക്കാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു കപ്പോളം അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ഏത് വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 2 പിഞ്ചോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്സ് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഇതിലൊന്ന് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. അതുപോലെ നമുക്ക് നമ്മുടെ ഫില്ലിങ്സ് എല്ലാം ഉരുട്ടിയെടുക്കാം. ഈ ഒരു രീതി കഴിക്കുന്നതിന് നല്ല ടേസ്റ്റാണ്. ആ നെയ്യുടെയും തേങ്ങയും നമ്മുടെ നാളികേരവും നെയ്യും നേന്ത്രപ്പഴവും എല്ലാം കൂടെ മിക്സായിട്ട് വന്നതിന് നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. പക്ഷേ ഇത് വെച്ച് സുഖിയൻ ഉണ്ടാക്കിയാൽ നമ്മൾ സാധാരണ ട്രഡീഷണലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സുഖിയനേക്കാളും ഒരുപാട് ടേസ്റ്റിയാണ്. ഇപ്പോൾ ഞാൻ എല്ലാ ഫില്ലിങ്സും നല്ലതുപോലെ ഉരുട്ടിയെടുത്ത് ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. സുഖിയൻ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഓരോ ബോൾസുകളും ദോശമാവിൻ്റെ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്കതിലിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രമാണ് നമ്മളതിലേക്ക് സുഖിയൻ ഇട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ സുഖിയൻ ഇടുന്നതിന് മുമ്പ് നമ്മൾ ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റി ആണ് നമ്മളതിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമേ നല്ല ക്രഞ്ചിയും ക്രിസ്പിയും ആയിട്ട് അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള സുഖിയൻ അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. അടുത്ത ഇതുപോലൊരു വെറൈറ്റി റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ടേക്ക് കെയർ.